ഇവിടെ ഇപ്പോൾ ആദിവാസി യുവാവായ മാദനെ കാണാനായിട്ട് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. ഇന്നലെ അതിദാരുണമായിട്ടാണ് ഈ മാദനെ സംഘം കാറിൽ വലിച്ചിടിച്ചത്. മാദൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്. മാദനെ കാണാൻ മന്ത്രി എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ മന്ത്രിയോട് ഈ വിവരം റിപ്പോർട്ടർ TV ആണ് ആദ്യം പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം ആ വിവരം അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വിവരം അറിഞ്ഞ് മാദനെ കാണാൻ വേണ്ടി ഇപ്പോൾ മന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, മന്ത്രി OR കേളു ഇപ്പോൾ മാദനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. വയനാട്ടിൽ ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ആ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ നമ്മൾ മന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. മന്ത്രി വിവരം അറിഞ്ഞതിനു ശേഷം ഇപ്പോൾ എത്തി മാദനെ കാണുകയാണ്. മാദൻ്റെ കൈയുടെ വിരലിലും കാലിലും ഇടുപ്പിലും പരിക്കുകളുണ്ട്. ഏകദേശം 400 മീറ്ററോളമാണ് മാദനെ ഈ കാറിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. മാദനെ കിടത്തുകയാണ്. മാദന് ശരിക്കും അവശ നിലയിൽ തന്നെയാണ് മാദനുള്ളത്. ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയത്. വിരൽ ഭാഗത്ത് ചെറിയ പൊട്ടലുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പരിക്കും വേദനയുമുണ്ട് മാദനെ സംബന്ധിച്ചിടത്തോളം. മാദനെ കാണാനായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, മന്ത്രി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് കൂടുതൽ സൂചനകൾ നേരത്തെ പോലീസിന് കിട്ടിയിരുന്നു. പ്രതികൾക്കായി പോലീസ് വല വിരിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദീപക് മോഹൻ, ഇപ്പോൾ ഡോക്ടറുമായി കാര്യങ്ങൾ ആരായുകയാണോ മന്ത്രി? മാദനെ സന്ദർശിക്കാനായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഡോക്ടറുമായി ഈ മാദൻ്റെ പരിക്കുകളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഇന്നലെയാണ് മാദനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഇതിപ്പോൾ മാദൻ്റെ പരിക്കുകൾ മന്ത്രി കണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡോക്ടറോടും നേരത്തെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ മാദൻ്റെ കൂടെ മറ്റൊരു ബന്ധു കൂടിയുണ്ട്. അദ്ദേഹത്തോട് മാദൻ്റെ ആരോഗ്യനിലയെ പറ്റി മന്ത്രി അവിടുന്ന് ചാടാൻ പറ്റിയില്ല. ചെക്കൻ അത്ര സ്പീഡ് വണ്ടി പോകണം. ചാടിക്കഴിഞ്ഞാൽ 2 താഴ്ത്താറുണ്ടോ ഞാൻ പിടിച്ചേക്കണം 8 സൈഡ്. അപ്പോൾ അത് ചാടാൻ പറ്റില്ല. ചാടിക്കഴിഞ്ഞാൽ ബാക്കിൽ ടയർ വന്ന് എൻ്റെ ഇതിരിക്കുക. അതുകൊണ്ട് മുറുക്കി പിടിച്ചോണ്ടിരുന്ന തന്നെ ചാടിക്കഴിഞ്ഞാൽ ബാക്ക് ടയർ വന്ന് പറ്റില്ല. നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെല്ലാം കേട്ടോ. അവരെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തു, വണ്ടി കസ്റ്റഡിയിലെടുത്തു. പിന്നെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഏതായാലും കുറച്ച് ദിവസം കൂടി കിടക്കണം. ഭക്ഷണമൊക്കെ നന്നായി കഴിക്കണം. ഭക്ഷണം കഴിച്ചാലേ മുറിവൊക്കെ വേണം കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പനിയധികം തോന്നുന്നുണ്ടോ? നമ്മളപ്പോൾ തന്നെ എല്ലാത്തിനും കസ്റ്റഡിയിലെടുത്തു കേട്ടോ. ഭാര്യയും മക്കളും കേട്ടോ. എത്ര മക്കളുണ്ട്? 3 പെൺപിള്ളേർ. 3 പെൺപിള്ളേർ. കല്യാണം കഴിഞ്ഞ എല്ലാവരും? ഇല്ല, ഒരാളുടെ മാത്രം കഴിഞ്ഞു. ഒറ്റ ഇവിടെ ചെയ്തിട്ട് അതിനടുത്ത് പോയിട്ട് ആയിക്കോട്ടെ. അപ്പോൾ നല്ല ചികിത്സയൊക്കെ തരാം കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് സഹായിക്കാൻ നോക്കാം കേട്ടോ. രാവിലെ വന്ന് കുടിച്ച് പിന്നെ
ആ ഞാൻ ഇന്നലെ കണ്ണൂർ അദാലത്തിന് പോയി. ഇപ്പോൾ മന്ത്രി OR കേളു മാതനെ സന്ദർശിച്ചു. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണോ? ബാക്കിത്തെ ടയർ കയറാത്തൊന്ന് ബാക്കിയാണ്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ആണോ എന്നുള്ളത് വ്യക്തമല്ല. ബാക്കിത്തെ ടയർ മേത്തെ കയറാറുണ്ട്. മന്ത്രി മാതനുമായി സംസാരിക്കുന്നത് കേൾക്കാം. മാതൻ അവശ നിലയിൽ തന്നെയാണ്. എല്ലാം കുത്തിച്ച് ഓരോരോ വീഴ്ച ഉണ്ടാക്കുക. ബാത്റൂമിൽ പോകുന്ന കാര്യം രണ്ടാമത്